നമസ്കാരം. ഇത് ആറ്റിങ്ങൽ ഊന്നിങ്കൽ മുക്കാണ്. ഇവിടെ ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം 1.5 ദിവസത്തോളം എല്ലാ വീടുകളും ഇരുട്ടിലായി. ഒരു കാരണവശാലും ഇത് കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അന്നും 1-2 ദിവസം നമ്മളെ ഇരുട്ടിലാക്കിയിട്ട് പഴയ സംഭവമാണ്. അത് ഇന്നലെ ഇരുട്ടിലായി. ഇതേലും ഞാൻ മാത്രമല്ല, ആൾക്കാരെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. കറണ്ട് പോയില്ലോ. പെണ്ണ് കറണ്ട് വന്നേ കറണ്ട് പോയപ്പോൾ കറണ്ട് വന്നത് 1-1.25 ഒരിക്കലും കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ദിവസം നമ്മളൊക്കെ പറയുമ്പോൾ വിഷയത്തിലാക്കിയിട്ട് സ്ഥാപിച്ച കേബിളാണ് ഇന്നലെ രാത്രി കത്തിയത്. ഏത് കോൺട്രാക്ടറാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും എനിക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ വേറെ ഒന്നുമല്ല. കാരണം ഇത്രയും വിശ്വസിപ്പിച്ചു ജനങ്ങളെ. ഒരിക്കലും കത്തില്ല, ഇനി മേല് കറണ്ട് പിന്നെ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1.5 ദിവസത്തോളം. ചേട്ടാ, 1.5 ദിവസമായി കറണ്ട് പോയിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് വന്നതല്ലേ? ആര് കുഴപ്പം? അത് കോൺട്രാക്ടേഴ്സിന്റെ കുഴപ്പമല്ലേ? ബോർഡിന്റെ കുഴപ്പമായിരിക്കും. ബോർഡിന്റെ കുഴപ്പമല്ല, ബോർഡല്ല, അവര് കോൺട്രാക്ട് കൊടുക്കുന്നതല്ലേ? എനിക്ക് തോന്നുന്നത് ലൈൻകം മാറ്റി ആക്കിയതല്ലേ? ഒരിക്കലും ഇനി ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്തായി? നമ്മളെല്ലാം ചൂടി കിടക്കല്ലേ? ഭയങ്കര കൊണ്ട് കിടക്കല്ലേ? പുതുവടിയായിരുന്നു, വറക്കാൻ പോലും പറ്റിയില്ല. എന്താണ് ആരെ വിശ്വസിക്കേണ്ടത്? ഗവൺമെന്റ് ആണോ, കോൺട്രാക്ടർ ആണോ, KCB ആണോ, ആരാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി? KCB ആയിരിക്കില്ല, പിന്നെ ആരാ? ഒരിക്കലും കത്തില്ല എന്ന് പറഞ്ഞിട്ട് വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മളെ കൊണ്ടൊക്കെ 2 ദിവസം അവർ ഇതേപോലെ ഇത് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി ഏകദേശം 2 ദിവസത്തോളം കറണ്ട് കട്ടായിരുന്നു. എന്നിട്ടാണ് ഇന്നലെ വൈകുന്നേരം കറണ്ട് പോയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് കൂടി കറണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ഇവർ കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് 1 മണിക്കൂർ കറണ്ട് കട്ടി ഇത്രയും നഷ്ടം ഉപഭോക്താവിന് കൊടുക്കുന്ന നഷ്ടം കൊടുക്കണമെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ പ്രാവർത്തികമായോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പരാതി കൊടുത്താൽ ആര് പോകാനായിട്ട്? ആരും പോകുമോ? ഒരാളും പോകത്തില്ല. കാരണം അവർക്ക് സ്വന്തം കാര്യം മാത്രമേ മീൻസ് കണ്ടില്ലെങ്കിൽ ഇല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഉപഭോക്താക്കൾ കൂടുതൽ. പക്ഷേ ഇതൊരു സംഭവമാണ്. ഒരു 1.5 ദിവസം വീണ്ടും പോയി. ഈ സ്ഥാപിക്കാൻ വേണ്ടി 2 ദിവസം നേരെയും പോയി. ഈ പറയുമ്പോൾ നാട്ടുകാരൊക്കെ ഉണ്ട്, ഈ പറയുമ്പോൾ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതേപോലെ അന്ന് 2 ദിവസം കണ്ടുപോയപ്പോഴത്തേക്ക് KCB അങ്ങ് ഉറപ്പുണ്ടായിരുന്നു ഇനി മേലെ ഒരിക്കലും ഒരു കാരണവശാലും ഇവിടെ കറണ്ട് കട്ടാവില്ല, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള വയറാണ് സ്ഥാപിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആ സ്ട്രോങ് ആയിട്ട് അവർ കത്തിയിട്ട് ഇന്നലെ മുതൽ ഇന്ന് ഉച്ച വരെ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ പിന്നെ ജീവിതം പോവുകയാണ്. രാവിലെ 7 മണിക്ക് കണ്ടുപോയി. കണ്ടുപോയപ്പോൾ കണ്ടുപോയപ്പോഴത്തേന് അവിടെ നമുക്ക് രാവിലെ ഇവിടെ കണ്ടു കിട്ടാത്ത ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഏകദേശം കുറച്ച് ദിവസം മുമ്പ് ഈ പറയുന്ന പുതിയ വയർ സ്ഥാപിക്കുന്നു. അതിന്റെ പേരിൽ 2 ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പുതിയ സ്ഥാപിക്കുന്ന പേരിൽ അവർ പറഞ്ഞ ഞാൻ അന്വേഷണത്തിൽ പറഞ്ഞാൽ ഇനി മേലെ കത്തത്തില്ല, ഇനി കത്തത്തുമില്ല, ഒരു കുഴപ്പമില്ല, അതിനു വേണ്ടി സ്ഥാപിക്കുന്ന പറഞ്ഞത്. ഇന്നലെ കറണ്ട് കത്തി. ഇപ്പൊ ആര് കുഴപ്പമാണ്? നമ്മുടെ സർക്കാരിന്റെ കുഴപ്പവും നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരുടെ കോൺട്രാക്ടർ സമ്പാദിക്കുന്നത് അവരന്ന് നമ്മളെ പറഞ്ഞാണ് സമ്പാദിക്കുക. ഒരിക്കലും കത്തില്ലെന്ന് പറഞ്ഞത്. അത് വീണ്ടും കത്തിയിട്ട് നമ്മൾ വീണ്ടും ഇരുട്ടിലായി. ഇപ്പൊ കറണ്ട് വന്നു. അവിടെ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ സമയത്ത് കറണ്ടില്ലായിരുന്നു. കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാണല്ലോ. ഉറപ്പല്ലേ? മാത്രമല്ല ഇതേപോലെ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മളെയൊക്കെ പിന്നെ വിശ്വസിപ്പിച്ച് ആക്കിയിട്ട് വീണ്ടും 1.5 ദിവസം കണ്ടുപോയിരിക്കുന്നു. കഷ്ടപ്പെട്ട ഞങ്ങളാണ്. ഒരുപാട് ആൾക്കാർക്കുണ്ട്. ഒരു 10,000ങ്ങളോളം അനുഭവിച്ചിട്ടുണ്ടെന്നില്ല ഒരു രാത്രി. ഉത്തരവാദിത്വം പറയേണ്ടത് നിങ്ങളാണ്, ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളാണ്, പരിഹാരം കാണേണ്ടത് നിങ്ങളാണ്, സംവിധാനങ്ങളാണ്. വിസ്മയസ് വേണ്ടി ക്യാമറ അനീഷ് മംഗലാപുരത്തോടൊപ്പം ശ്രീ മലയാള സൈനിക.